പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് മിനിമൽ ആയിട്ടുള്ള റേറ്റിന് കിട്ടുന്ന അടിപൊളി മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതും 3-4 കാണിച്ചിട്ടുള്ളൂ. എല്ലാം മിനിമൽ ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റിനുള്ളതാണ്, എല്ലാ സ്കിൻ ടോണിനും പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം. അതിനുശേഷം ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്തിരിക്കണേ. ഈ മോയ്സ്ചറൈസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റാണ്, നമ്മുടെ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആവാൻ സഹായിക്കും. അതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അങ്ങ് ബ്ലെൻഡ് ആയിക്കോളും. അപ്പോൾ അത് അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ്. രണ്ടാമതായിട്ട് ബെറി ബ്രൈറ്റിൻ്റെ സൺസ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ചൂടിന് പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ സൺസ്ക്രീൻ ഇടുക. ഏത് സൺസ്ക്രീൻ എടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ സൂപ്പറാണ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിന്. നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ സൺസ്ക്രീനും ഒരു ലിപ്സ്റ്റിക്കും മാത്രം ഇട്ട് നമുക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ അത്ര സൂപ്പറാണ്. അതിനുശേഷം ഇൻസൈഡിൻ്റെ ഐവറി ഷെയ്ഡിലുള്ള ഒരു കൺസീലറാണ് യൂസ് ചെയ്തേക്കണം. ഈ കൺസീലറിൻ്റെ ഒരു ഫാനായിട്ടുണ്ട് ഞാൻ. കാരണം നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൺസീലർ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഇത് കണ്ടു. അതുപോലെ മൊത്തത്തിൽ കൺസീലർ ഉപയോഗിക്കും. അത് എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് സൈഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ, അത്രയ്ക്ക് സൂപ്പറായിട്ട് നമ്മുടെ മുഖത്തിന് ഇത് അപ്ലൈ ചെയ്യുന്നിടത്ത് ഒരു ഗ്ലോ കിട്ടും. അപ്പം ഈ ഒരു കൺസീലറും സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രം ഇട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുഖം ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ 3 പ്രൊഡക്റ്റിൻ്റെയും ബിഗ് ഫാനാണ്. അപ്പോൾ നിങ്ങൾ കണ്ണു പൂട്ടി വാങ്ങിക്കാവുന്ന 3 സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3 അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലാക്ക് ഐബ്രോ പെൻസിൽ എടുക്കാതെ ഒരു ബ്രൗൺ ആയിട്ടുള്ള എടുക്കുക. എല്ലാ പ്രൊഡക്ട്സും ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അതും സൂപ്പറായിരിക്കും ബ്രൗൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം ഒരു ലിപ് ബാം ഇട്ടു. ലിപ്സ്റ്റിക് ഇട്ടതിന് മുമ്പ് ഞാൻ എപ്പോഴും ലിപ് ബാം ഇടുന്നതാണ്. ലിപ് ബാം ഇട്ട് കൊടുത്തിട്ട് ഒരു കിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് അത്ര ഇഷ്ടമാവാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ലിക്വിഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് കേട്ടോ ഫൈനലായിട്ടുള്ള ഔട്ട്ലുക്ക്. അപ്പം ജസ്റ്റ് ഒരു പൊട്ടും കുങ്കുമം കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ജസ്റ്റ് ഒരു വളയിട്ടിട്ടുണ്ട്, അതുപോലെ ഡ്രസ്സ് മാറി, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് റെഡി ആയതാ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ മുഖത്തിലുള്ള ഒരു മാറ്റം കണ്ടു. ജസ്റ്റ് ഈ 3 കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും നമ്മുടെ മുഖത്തിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കണേ നല്ലൊരു ഗ്ലോ ആണ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും ടാഗ് ചെയ്തേക്കാം. നമുക്ക് ടാറ്റ.